ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 23. തിരുനാളുകൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങളെ വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ്. സാബത്ത്. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാബത്താണ്. നിശ്ചിത കാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ, വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ്. പെസഹ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹയാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിന് ഉള്ളതായിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുമ്പിൽ നീരാജനം ചെയ്യണം. സാബത്തിൻ്റെ പിറ്റേ ദിവസം അവൻ അത് ചെയ്യട്ടെ. കറ്റ കർത്താവിന് നീരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ 1 വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം. അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത 10-ൽ 2 ഏഫ നേരിയ മാവായിരിക്കണം. അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം. പാനീയ ബലിയായി 4-1 ഹിൻ വീഞ്ഞും അർപ്പിക്കണം. നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത്. ആഴ്ചകളുടെ തിരുനാൾ. സാബത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ, അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ 7 പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം. 7-ാമത്തെ സാബത്തിൻ്റെ പിറ്റേ ദിവസം, അതായത് 50-ാം ദിവസം, കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം. നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് 10-ൽ 2 ഏഫ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പം കൊണ്ടുവരണം. കർത്താവിന് ആദ്യഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കിയതും പുളിപ്പിച്ചതുമായിരിക്കണം. അപ്പത്തോടുകൂടെ 1 വയസ്സുള്ള ഊനമറ്റ 7 ചെമ്മരിയാട്ടിൻ കുട്ടികളെയും 1 കാളക്കുട്ടിയെയും 2 മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം. ധാന്യബലിയോടും പാനീയ ബലിയോടും കൂടി അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും. തുടർന്ന് 1 കോലാട്ടിൻ മൂട്ടനെ പാപപരിഹാര ബലിക്കായും 1 വയസ്സുള്ള 2 ആട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ചവെക്കണം. പുരോഹിതൻ അത് ആദ്യഫലങ്ങളുടെ അപ്പത്തോടും 2 ആട്ടിൻകുട്ടികളോടും കൂടെ നീരാജനമായി കർത്താവിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കണം. അവ കർത്താവിന് വിശുദ്ധമായിരിക്കും. അവ പുരോഹിതനും ഉള്ളതാണ്. അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം. അന്ന് കഠിനാധ്വാനം ചെയ്യരുത്. നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത്. നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരുക് തീർത്ത് കൊയ്യരുത്. വിളവെടുപ്പിന് ശേഷം കാലാ പെറുക്കരുത്. അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. പുതുവത്സര ദിനം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാബത്തായിരിക്കണം. കാഹളം മുഴക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും. അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത്. കർത്താവിന് ഒരു ദഹനബലി അർപ്പിക്കുകയും വേണം. പാപപരിഹാര ദിനം. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, 7-ാം മാസം 10-ാം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം. അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ്. അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹനബലി അർപ്പിക്കുകയും വേണം. ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ പാപപരിഹാരത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണിത്. അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും. നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത്. ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാബത്തായിരിക്കണം. അന്ന് നിങ്ങൾ ഉപവസിക്കണം. മാസത്തിൻ്റെ 9-ാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാബത്ത് ആചരിക്കണം. കൂടാരത്തിരുന്നാൾ. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാരത്തിരുന്നാളാണ്.
ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. 7 ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം. 8-ാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം. കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം. ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ്. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ. കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ. 7-ാം മാസം 15-ാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിനു ശേഷം 7 ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം. ആദ്യ ദിവസവും 8-ാം ദിവസവും സാപത്തായിരിക്കണം. 1-ാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇല തൂർന്ന ചില്ലകളും ആറ്റരളികളും കൊമ്പുകളും എടുക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ 7 ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം. വർഷം തോറും 7 ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം. നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത്. 7-ാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. 7 ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം. ഈജിപ്ത് ദേശത്തു നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്.